ഇന്ന് കണ്ട രണ്ടാമത്തെ മെഗാ ദുരന്ത പടമാണ് വാർ 2. ആദ്യം പോയി കൂലി കണ്ട് സംതൃപ്തി അടഞ്ഞിട്ട് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ പടമെങ്കിലും കണ്ട് സമാധാനം അടയാം എന്നും പറഞ്ഞ് നേരെ പോയി വാർ 2 കണ്ടു. ആൻഡ് എന്താ പടം, എന്താ ലെവല്, എന്ത് സാധനം, തുടക്കം തൊട്ട് അവസാനം വരെ ഉണ്ടല്ലോ. ഇവന്മാർ മറ്റേ മെഗാ അപരാധ ലെവലിൽ ഒരു സാധനം എടുത്തു വെച്ചിരിക്കുകയാണ്. ഇതിന് ഡയറക്ടർ ഒരു കാര്യം തീരുമാനിക്കുകയാണ്, അതായത് എനിക്കൊരു ആക്ഷൻ പടം ചെയ്യണം, ഈ ഇതുവരെ ആരും ചെയ്യാത്ത. ഓൾറെഡി ഞാനൊരു യൂണിവേഴ്സ് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇന്ത്യൻ സിനിമയിൽ ഇവരിതുവരെ കണ്ടിട്ടുള്ള ഒരു മെഗാ ആക്ഷൻ പടം, അതും ഒരുപാട് ലൊക്കേഷൻസ്, ഒരുപാട് ടെറൈൻസ്, ഒരുപാട് ഹൈ മൊമെൻറ്റ്സ്, നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത, ഒരാളും ഇതുവരെ ചിന്തിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ആക്ഷൻ സീക്വൻസസ് എടുത്തു വെക്കണം. അതിന് കുറച്ച് സിനിമകളുടെയൊക്കെ റെഫറൻസസും വേണം. അങ്ങനെ നമ്മുടെ ജോൺ വിക്ക്, ഫാസ്റ്റ് എക്സ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ഹോളിവുഡ് സിനിമകളിലെ റെഫറൻസ് ഒക്കെ എടുത്ത് ഒരു ഇന്ത്യൻ മോഡലിലേക്കാക്കി കുറേ മാസ് സോങ് ഒക്കെ കുത്തിക്കയറ്റി, ചിന്തിച്ചു പോലും നമുക്ക് നോക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഇല്ലോജിക്കൽ സീക്വൻസസ് ഒക്കെ കുത്തിക്കയറ്റി ഉണ്ടാക്കിയ ഒരു മെഗാ അപരാധം. അതാണ് വാർ 2. നിങ്ങൾക്ക് പടം തുടങ്ങി, അതായത് പടത്തിൻ്റെ വെരി ഫസ്റ്റ് മൊമെൻറ്റ്, ഏറ്റവും ആദ്യം തൊട്ട് തന്നെ നമുക്ക് ഒരു സംഭവം മനസ്സിലാകും. ആദ്യത്തെ ഷോട്ടുകൾ തൊട്ട് തന്നെ നമുക്ക് മനസ്സിലാകും, ഓക്കെ ഈ പടം ഇങ്ങനെയാണ് പോകുന്നത്. തുടക്കത്തിൽ ഒരു സീക്വൻസ്, അതായത് ഒരു പടം തുടങ്ങി ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും തന്നെ ഒരു സീക്വൻസ് വരും. ആ സീക്വൻസ് കാണുമ്പോഴേ മനസ്സിലാകും ഈ പടം എങ്ങോട്ടാണ് പോകുന്നത്, ഇതിൻ്റെ പോക്ക് എങ്ങനെയായിരിക്കും. അവിടെ നമ്മൾ തീരുമാനിച്ചു വേണം ഇനി ഇത് ഈ രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഒരു അപരാധ ലെവലിൽ ഇത് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനപ്പുറത്തേക്കായിട്ട് നമുക്കൊന്നുമേ ഇതിൽ നിന്ന് കിട്ടാൻ പോകത്തില്ല എന്ന് നമുക്ക് ആ മൊമെൻറ്റിൽ തന്നെ മനസ്സിലാകും. ഇതിൻ്റെ ഡയറക്ടർ എങ്ങനെയാണ് തുടക്കം ഒപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ എന്തായിരിക്കും ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാവുമല്ലോ. ആൻഡ് അത് തന്നെയാണ് പടം ത്രൂ ഔട്ട്. ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഇറ്റലി, സ്പെയിന്, സ്വിറ്റ്സർലൻഡ്, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. ഈവൻ ട്രെയിലറിനകത്തൂടെ തന്നെ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും, ഒരു ചെറിയ പടമല്ല ഇത്, അല്ലെങ്കിൽ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ പടമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഒരു പടമാണ്. അപ്പം ഓരോ സ്ഥലത്തും പോയി അതിൻ്റെ ഏറ്റവും പീക്കസ്റ്റ് ലെവൽ ആക്ഷൻ ഫോം ഉണ്ടാക്കണം. അതാണ് ഇതിൻ്റെ ഡയറക്ടർ തീരുമാനിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം സിനിമയുടെ കഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒരു റോ ഏജൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന ഹൃത്തിക് റോഷൻ ഇപ്പോൾ അതൊക്കെ വിട്ട് ഒരു റോഗായിട്ട്, ഒരു മെർസണറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആൻഡ് പുള്ളി ഒരു വലിയ ശൃംഖലയുടെ അല്ലെങ്കിൽ ഒരു വലിയ സിൻഡിക്കേറ്റിലേക്ക് ചെന്ന് പെടുകയാണ്. ആൻഡ് എന്ത് സംഭവിക്കുന്നു, അതാണ് വാർ 2. ആൻഡ് അവിടെ തുടങ്ങുന്ന പടം പിന്നീട് ഫസ്റ്റ് പാർട്ട് ഉണ്ടല്ലോ, ആ ഒരു സെയിം ഫോർമുല തന്നെ ഇങ്ങോട്ട് എടുത്തു വെക്കുന്നു. അതായത് വില്ലൻ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വില്ലനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളായിക്കൊള്ളട്ടെ, വില്ലൻ്റെ മോട്ടിവേഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഒരു രീതിക്ക് കണ്ട് മനസ്സിലാക്കിയേക്കുന്നത്. അതായത് ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ട്രെയിലറൊക്കെ കണ്ടതിൻ്റെ ഒരു ഇതിൽ 2 പോസിബിലിറ്റീസ് വെക്കാൻ പറ്റും. ഒന്ന് ഇങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ എങ്ങനെ സംഭവിക്കും. സ്വാഭാവികമായിട്ടും പ്രേക്ഷകനെ ഒന്ന് കിളി പറത്താൻ വേണ്ടി മിക്ക ഡയറക്ടർമാരും നമ്മൾ പ്രതീക്ഷിക്കുന്ന 2 കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കി ഒരു 3ാമത്തെ പോസിബിലിറ്റി ഉണ്ട്. അപ്പോഴാണ് നമുക്കൊരു കാണാൻ ഒരു ത്രില്ല് തോന്നുന്നത്. ഇത് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് നമ്മൾ തീരുമാനിക്കുന്ന സംഭവം തന്നെ നടക്കും. എന്ത് പ്രിഡിക്റ്റ് ചെയ്തോ അത് ഈസി ആയിട്ട് സംഭവിച്ചു. അതും ഫസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഈസിയായി ഇൻസ്പയർ ചെയ്തൊരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്താണെന്ന് ഞാൻ സ്പോയിലറാക്കി പറയുന്നില്ല, പക്ഷേ പടം കാണുമ്പോൾ തന്നെ, പടം തുടങ്ങി ഒരു സർട്ടൺ പോയിന്റ് എത്തുമ്പോൾ തന്നെ, ഇതിപ്പം ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് തരാം, ഇതാണ് സംഭവം എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും, അത് തന്നെ സംഭവിക്കും. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ കുറേ കുണച്ച പാസും. ആകെ ഈ ഒരു യൂണിവേഴ്സിൽ നിന്ന് നമ്മൾ അധികം എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനമാണ് പാസം. അതിൻ്റെ ഒരു കുത്തിക്കയറ്റലിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, അതും കിട്ടി, സമാധാനമായി. അതായത് ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഓൾറെഡി ജൂനിയർ NTR ഉണ്ട്, അപ്പോൾ പുള്ളിക്കാരനെ ഒരു ഓറ ഫാം ഒക്കെ ചെയ്ത് പീക്കാക്കി നിർത്താൻ വേണ്ടി സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കുറേ മാസ് BGM, മാസ് സീക്വൻസസ്, മാസ് സംഭവങ്ങൾ. അതിൻ്റെ കൂട്ടത്തിൽ ഹൃത്തിക് റോഷന് പിന്നെ ആ ഒരു ക്യാരക്ടർ ആപ്റ്റാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും ഹൃത്തിക് റോഷൻ്റെ പല മൊമെൻറ്റ്സും കുറച്ചെങ്കിലും എൻജോയ് ചെയ്തിരിക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിലേക്ക് ജൂനിയർ NTR കൂടെ വരുമ്പോഴത്തേന് ആ കോംബോ ഒരിക്കലും അങ്ങോട്ടൊന്ന് വർക്കൗട്ട് ആവുന്ന പോലെ തോന്നുന്നില്ല, ഒരു ഫീലേ വരുന്നില്ല. എന്തോ കുറേ ആക്ഷൻ സീക്വൻസസ് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട്, അതായത് ഇല്ലോജിക്കലായിട്ട് നമ്മൾ ഇപ്പോൾ ഈ പടത്തിൻ്റെ ഒരു ചേസിങ് സീൻ ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ. അത് കാണുമ്പോൾ ഓക്കെ കൊള്ളാം, നമ്മുടെ ഫാസ്റ്റ് എക്സിൽ നിന്നൊക്കെ ഇൻസ്പയർ ചെയ്തേക്കുന്ന രീതിക്കുള്ള ഒരു ചേസിങ് സീൻ, വളരെ നൈസായിട്ട് പോവുകയാണ് ചേസിങ് സീൻ. ഓക്കെ, അവിടെ ഇവിടങ്ങളിലായിട്ട് ഇല്ലോജിക്കലായിട്ടുള്ള കുറച്ച് സീക്വൻസസ് വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കുഴപ്പമില്ല, നൈസാണ്, ഇത് കൊള്ളാലോ എന്നൊക്കെ രീതിക്ക് നമ്മളെ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി വരുമ്പം ഇതിൻ്റെ ഡയറക്ടർ മെഗാ അപരാധ ലെവലിൽ, ഒരിക്കലും ചിന്തിച്ച് നോക്കാൻ പറ്റാത്ത ലെവലിൽ ഇല്ലോജിക്കൽ സീൻസ് കൊണ്ടിടും. ഇല്ലോജിക്കൽ സീൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സീക്വൻസസ്. എങ്ങനെ ഇത് സംഭവിക്കും, ഏത് രീതിക്ക് ഇത് സംഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റാത്തക്ക രീതിക്കുള്ള സാധനങ്ങളൊക്കെയാണ് കൊണ്ട് പൊട്ടിച്ച് വിടുന്നത്. അതുകൊണ്ട് ഇന്ന് നല്ലൊരു ദിനമായിരുന്നു. ഞാനൊരു ആനുവൽ ലീവൊക്കെ എടുത്ത് സിനിമയ്ക്ക് വേണ്ടി തന്നെയായിട്ടൊരു ദിവസം മാറ്റി വെച്ചിട്ട് സന്തോഷമായി, സംതൃപ്തിയായി. ആൻഡ് ഭയങ്കര സങ്കടമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ ജോലിയിൽ നിന്ന് ഒരു ദിവസം ആനുവൽ ലീവൊക്കെ എടുത്ത് 2 സിനിമകൾ കാണാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചിട്ട് ആ 2 സിനിമകൾ നമുക്ക് വലിയ നിരാശ തരുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം
ഒരുപാട് നല്ല ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. പക്ഷേ അവരൊക്കെ എന്താ പ്രേക്ഷകന് ഒരു വിലയും കൊടുക്കാണ്ട് ചുമ്മാ ഫാൻസ് കാണണം, ഫാൻ സർവീസ് മാത്രമാക്കി സിനിമ ഇറക്കണം എന്നൊക്കെയുള്ളൊരു തീരുമാനത്തിലേക്ക് മാത്രമായിട്ട് പോകുന്നു. അവർ നല്ല കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ആയിരിക്കും, നല്ലപോലെ സിനിമകൾ ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഒരു സർട്ടൺ പോയിന്റ് എത്തുമ്പം അല്ലെങ്കിൽ കുറച്ച് നല്ല സ്റ്റാർ മെറ്റീരിയൽസിനെ കിട്ടിക്കഴിയുമ്പോഴത്തേനും അവരുടെ ഫാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് സിനിമകൾ ഇറക്കി പോകത്തക്ക രീതിക്ക് നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ പല ആളുകളും മാറിയിട്ടുണ്ട്. ഒരുപാട് നല്ല കഴിവുള്ള ഡയറക്ടേഴ്സ് മാറിയിട്ടുണ്ട്. ആൻഡ് അത് ഇന്ന് 2 സിനിമകളിലൂടെ എനിക്ക് കാണേണ്ടി വന്നു. ഞാൻ 2 സിനിമകൾ പോയി അങ്ങനെ സങ്കടപ്പെട്ടിരുന്ന് കാണേണ്ട, അല്ലെങ്കിൽ നമ്മളൊരു ഉരുകിയിരുന്ന് കാണേണ്ട ഒരു അവസ്ഥയാണ്. ഈ വർഷം അതിൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടായി. ആൻഡ് ഇപ്പോഴും പിന്നെയും ഒരുപാട് എക്സാമ്പിൾസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എൻ്റെ ഈ വീഡിയോ ഒന്നും മേ ബി ഒരുപാട് ആൾക്കാർ കാണാൻ ചാൻസ് ഇല്ല, ഒരുപാട് ഡയറക്ടർമാർ കാണാൻ ചാൻസ് ഇല്ലായിരിക്കും. പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും ഒരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ കണ്ടൻസിനെ നല്ല രീതിക്ക്, അതായത് നിങ്ങളുടെ കയ്യിലൊരു നല്ല കണ്ടന്റ് ഉണ്ട്, അത് ആക്ഷൻ ആയിക്കോട്ടെ, റൊമാൻറ്റിക് ആയിക്കോട്ടെ, സയൻസ് ഫിക്ഷൻ ആയിക്കോട്ടെ, ഫാൻറ്റസി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആ കണ്ടന്റ് മാക്സിമം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് നല്ലപോലെ ഒരു ഔട്ട്പുട്ടാക്കി ഇറക്കി വിടുക. അല്ലാണ്ട് ഫാൻ സർവീസ് എന്ന രീതിക്ക് സിനിമയ്ക്കകത്തോട്ട് ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങൾ നിങ്ങൾ എത്രത്തോളം കുത്തി കയറ്റുന്നു അത്രത്തോളം ആ സിനിമ ഫെയിലർ ആകത്തുള്ളൂ. കാരണം ഇത് പഴയ കാലമല്ല. ആൾക്കാർ ഫാൻ സർവീസ് മാത്രമല്ല എക്സ്പെക്ട് ചെയ്യുന്നത്, നിങ്ങൾ സിനിമയുടെ കണ്ടന്റിനെ എത്രത്തോളം നന്നായിട്ട് ഈ ഒരു ഫാൻ സർവീസുമായിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് പോകുന്നു അത്രയും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. ഫാൻ സർവീസിലേക്ക് മാത്രം സിനിമ ഒതുങ്ങി പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ അതിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. അതിൻ്റെ അതിൻ്റെ 2 ബെസ്റ്റ് എക്സാമ്പിളാണ് ഇന്നിറങ്ങിയിരിക്കുന്ന കൂലിയും അതുപോലെ തന്നെ വാർ 2വിനകത്ത് ജൂനിയർ NTRനെ കൊണ്ടുവന്ന് അതൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു. കൂലിക്കകത്ത് നമ്മുടെ രജനീകാന്തിനെ കൊണ്ടുവന്നും അതൊരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഒന്നും പറയാനില്ല, നല്ലൊരു ദിവസം, നല്ലൊരു ദിനം കിട്ടിയതിൽ സന്തോഷിക്കുന്നു. നാളെ വീണ്ടും ജോലിക്ക് എണീറ്റ് പോയി ഇന്ന് കിട്ടിയ ഈ കിക്കൊക്കെ ഒന്ന് മാറ്റണം.